സ്നേഹബഹുമാനപ്പെട്ട വലിയ സഹോദരങ്ങളെ, ഏറ്റവും പ്രിയങ്കരായ മാധ്യമ സഹോദരങ്ങളെ, ഏവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം. 34ാമത് തിരുവനന്തപുരം ബൈബിൾ കൺവെൻഷൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരിക്കുന്നത്, വിളിച്ചു ചേർത്തിരിക്കുന്നത്. മാധ്യമ സഹോദരങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 29-ാം തീയതി ആരംഭിച്ച് 3-ാം തീയതി വരെ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷൻ പട്ടം സെമിനറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് ഇതിൻ്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന തിരുവനന്തപുരം വൈദിക ജില്ലാ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ മുളയിലച്ചൻ, അതോടൊപ്പം തന്നെ ഫിനാൻസിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പുതുവെല്ലച്ചൻ, ഇൻവിറ്റേഷൻ പബ്ലിസിറ്റിയുടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിറ്റി അച്ഛനും ബഹുമാനപ്പെട്ട സാമച്ചനും, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സാം ജോസഫ് സാറ്, മീഡിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജി എം ജോൺ തുടങ്ങിയവരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അവരെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ജനറൽ കൺവീനറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ മുളയിലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഏറ്റവും സ്നേഹമുള്ളവരെ, സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ വൈദിക ജില്ല, തിരുവനന്തപുരം വൈദിക ജില്ല നേതൃത്വമെടുത്ത് നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനാണ് ഈ മാസം 29-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 3-ാം തീയതി അവസാനിക്കുന്നത്. 5 ദിവസത്തെ കൺവെൻഷനാണ്. ഇത് കഴിഞ്ഞ 33 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കൺവെൻഷനാണ്. ഈ വർഷം അത് കുറച്ചുകൂടി വിപുലമായിട്ട് ഈ തിരുവനന്തപുരം പ്രദേശവാസികളെ, പ്രധാനമായിട്ടും വിവിധ സഭകളിൽപ്പെട്ട വിശ്വാസികൾക്ക് അനുഗ്രഹപ്രദമായി, പ്രയോജനപ്രദമായി വന്ന് സംബന്ധിക്കുന്ന രീതിയിലാണ് നമ്മൾ സെൻറ് മേരീസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇപ്രാവശ്യം അത് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഈ 5 ദിവസത്തെ കൺവെൻഷൻ വേറ്റിനാട് കാർമൽ റിട്രീറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടറായിരിക്കുന്ന അനുഗ്രഹീത സുവിശേഷ പ്രസംഗൻ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂർണ്ണത്തലച്ചനും ടീമുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ 5 ദിവസവും ഡാനിയേലച്ചൻ തന്നെയാണ് ഇതിൽ നേതൃത്വം നൽകുന്നത്, സുവിശേഷ പ്രസംഗം, വചന സന്ദേശം നൽകുന്നത്. ഈ 5 ദിവസവും നമുക്ക് സഭയിലെ പിതാക്കന്മാരുടെ സാന്നിധ്യവും അവരുടെ അനുഗ്രഹ പ്രഭാഷണവും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ ബൈബിൾ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകതയാണ്. 3 ദിവസത്തെ കൺവെൻഷനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വർഷം 5 ദിവസത്തെ കൺവെൻഷനായിട്ട് ആളുകൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ അവധിക്കാലമൊക്കെ ആകുന്നത് കൊണ്ട് ഈ സമയത്ത് അത് ക്രമീകരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ അത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് ക്രമീകരിച്ചു വന്നത്. അപ്പോൾ പലരും അഭിപ്രായപ്പെട്ടു, അത് കുഞ്ഞുങ്ങളുടെ അവധിക്കാലം കൂടിയാകുന്നു എങ്കിൽ മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം മുതൽ നമ്മൾ ഈ അവധിക്കാലം നോക്കിയിട്ട് നമ്മളത് ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിന് തുടക്ക ദിവസം 29-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5:30 ജപമാലയോടുകൂടി ആരംഭിക്കും. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന. തുടർന്ന് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മേജർ അതിരൂപതയുടെ അധ്യക്ഷനായ മൊറന്മാർ ബെസേലിയോസ് ക്ലീവിസ് കാതോലിക്ക ബാവ ഈ കൺവെൻഷൻ, തിരുവനന്തപുരം ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡാനിയേലച്ചൻ്റെ സുവിശേഷ സന്ദേശം, ധ്യാന പ്രസംഗവും നടക്കും. ഓരോ ദിവസവും തുടർന്ന് വരുന്ന 4 ദിവസങ്ങൾ, അതിലെ 2ാമത്തെ ദിവസം ഇപ്രകാരം അതിൻ്റെ ആമുഖ പ്രഭാഷണം നൽകി അനുഗ്രഹിക്കുന്നത് തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായ മെത്രാനായ യൂഹാനന്മാർ അലക്സിയോസ് തിരുമേനിയാണ്. 3ാമത്തെ ദിവസം, അതായത് മെയ് മാസം 1-ാം തീയതി ഈ കൺവെൻഷൻ്റെ ആമുഖ പ്രഭാഷണം നൽകുന്നത് നമ്മുടെ സഭയുടെ കൂരിയ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാനായ അഭിവന്യ ആൻ്റണി മാർ സിൽവാനോസ് തിരുമേനിയാണ്. 4-ാം ദിവസം നമ്മുടെ ഈ കൺവെൻഷന് ആമുഖ പ്രഭാഷണം നൽകി അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരുന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായ ക്രിസ്തുദാസ് തിരുമേനിയാണ്. 5-ാം ദിവസം അതിൻ്റെ സമാപന ദിവസം
സമാപന സന്ദേശം നൽകി അനുഗ്രഹിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം രൂപതയുടെ മാർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയായ ഫീലക്സിനോസ് തിരുമേനിയാണ്. ഐസക് മാർ ഫീലക്സിനോസ് തിരുമേനിയാണ്. അപ്പോൾ ഈ 5 ദിവസവും അഭിനന്ദ പിതാക്കന്മാരുടെ സാന്നിധ്യമുണ്ട്. കാതോലിക്ക ബാവ കഴിയുന്നതും ഈ 5 ദിവസങ്ങളിൽ നമ്മുടെ കൺവെൻഷനിൽ സംബന്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഡാനിയേൽ പൂർണ്ണത്തിലച്ചൻ്റെ ഒരു കൺവെൻഷൻ ഈ ദേശത്ത് ആളുകൾ ഒട്ടേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അച്ഛനോട് 5 ദിവസവും അച്ഛൻ തന്നെ കൺവെൻഷൻ നയിക്കണം എന്ന് പറഞ്ഞ് അച്ഛനാര് ഡേറ്റ് ക്രമീകരിച്ച് തന്നത്. അപ്പോൾ ഈ പ്രദേശത്തിന് മുഴുവൻ അത് വലിയ അനുഗ്രഹമാകും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. തിരുവനന്തപുരം വൈദിക ജില്ലയിൽ തന്നെ 29 പള്ളികളാണുള്ളത്. അപ്പോൾ ആ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ അത് പങ്കെടുക്കും. ഒപ്പം നമ്മുടെ മറ്റ് ഡിനോമിനേഷൻപ്പെട്ട സഭയിലെ ആളുകളും വിശ്വാസികളും ഇതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ നമ്മുടെ കൺവെൻഷനിൽ എല്ലാ ദിവസവും പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തി വരുന്നത്. വിശാലമായ നമ്മുടെ സെൻറ്റ് മേരി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്തലിട്ട് നമ്മൾ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു ക്രമീകരണം എന്നുള്ളത്. സിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർക്ക് വന്നു പോകാനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും അതായത് ഇടപാട് നേതൃത്വത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ നല്ല ചൂട് സമയത്ത് ഇവിടെ കടന്നു വന്ന ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ചായ കരുതിയിട്ടുണ്ട്. അതിനുവേണ്ടി പങ്കെടുത്തു.